ഹലോ ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വലിയ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ. കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഡൈൻമ ലൈഫ് എന്താ ചെയ്യാത്തതെന്നൊക്കെ. മടിയാണ് ഇപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആകെ മടി പിടിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വേങ്ങരയാണുള്ളത്. ഇന്നലെ വന്നതാണ് കേട്ടോ. ഇന്നലെ രണ്ടാം പെരുന്നാൾക്ക് വൈകുന്നേരമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മക്കൾ അവിടെ അരിനെല്ലി പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിനെല്ലി മരത്തുമ്പോൾ നിറയെ നെല്ലിക്കുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇന്നിവിടെ വല്ലിപ്പാട് 9ാമത്തെ ആണ്ടാണ്. മക്കളെല്ലാവരും വരും. പിന്നെ മക്കളും മരുമക്കളും അമ്മായികളും പേരമക്കളും അമ്മയുടെ എല്ലാവരും കൂടി കൂടണതാണ് കേട്ടോ. ഇന്ന് നമ്മളെ വല്ലിപ്പാട് ആണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വരും. 10:30 മണി 11 മണി ആകുമ്പോഴത്തേന് മൂല്യന്മാരൊക്കെ വരും കേട്ടോ, ദുആക്കുള്ള. അപ്പം രാവിലെ എണീറ്റ് ചായ കൂടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ചായ അവിടെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ കുട്ടികൾ അരിനെല്ലിക്ക എടുക്കാമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഓടി വന്നതാണ് കേട്ടോ, അരിനെല്ലിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിറയെ ചോട്ട് വീണുകണ്. അപ്പോൾ അത് പൊട്ടിക്കുക, അത് പെറുക്കണം. നല്ല മൂത്ത അരിനെല്ലിക്കാണ് കേട്ടോ. നല്ല മൂത്തിക്കണേ, നമ്മൾ പുളിയൊന്നുമില്ല. നല്ല ടേസ്റ്റ്, മധുരമുണ്ട്. മതിയിടാ. ആദ്യമ മരത്തുമ്മ കയറി കവറിൽ ഇറക്കുകയാണ്. പിന്നെന്താ, അതൊക്കെയാണ്. ഇൻഷാ അല്ലാ വീഡിയോസൊക്കെ ഇടാട്ടാ. അങ്ങനെ അവിടെ ചായയും കടിയും കുടിച്ചിട്ടാ. എല്ലാവരുടെ ഓരോരുത്തർ പണിയിലാണ്. ഇഡ്ഡലി ഭയങ്കര രസമാണ് കേട്ടോ. ഇതാരാണ്? ഫെമിക്കുട്ടി, ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞിട്ട് നോക്കി പറ. കളിയിലാണ്. എല്ലാവരും ഓരോരുത്തർ ഫോൺ കൊണ്ട് കളിയാണ്. അവിടെ ചായ കൊടുക്കണം. പൊന്നൂസ് അനുമോനിക്കും അതേമാതിരി തന്നെ നമ്മളെ ഫെമിക്കുട്ടിക്കും ഒക്കെ അപ്പും ചായയും കൊടുക്കണം. ഇതാ ഇവരെന്തെങ്കിലും കിട്ടേന്നില്ല, എല്ലാരും കൂടി കളിയാണ്. ഞങ്ങളുടെ ഫോണ് വെയിലയിക്കണേ. ഞങ്ങളുടെ ഋത്തിക അത് ആരാ സൈക്കിളാ? ഋത്തിക അച്ചുട്ടി സൈക്കിള് വിറ്റും. അച്ചുട്ടി വലിയ സൈക്കിൾ വരെ ഓള് വിറ്റും. റോട്ടിക്ക് പോണ്ട. കുഞ്ഞാമെന്ന് വളെ എപ്പോ തന്ന്? ആര്? ഫെമിന്റെ അമ്മ. നല്ല രസമുണ്ട്. ഇതിട്ടോക്ക്. നമുക്ക് പൊന്നൂസിനില്ല? പോകുമ്പോഴ ഇതിട്ടോ ലൂസാണ്. ഹാളിലുള്ള സോഫ സെറ്റൊക്കെ തയ്യാറിക്കൊണ്ട് വെക്കണം കേട്ടോ. ഇവിടെ ഇരിക്കും ചെയ്യുക. അവിടെ ചോറിനൊക്കെ എല്ലാവർക്കും കൂടി ഇരിക്കണമെങ്കിൽ ടേബിൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടുന്ന് സോഫയൊക്കെ എടുത്തിങ്ങോട്ട് അനിയന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരാനായി. ആരും എത്തിയിട്ടില്ല. മൂലയിൽ 10:30 മണിക്ക് എത്തും കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മൗലൂദിനും ഇതിനൊക്കെ ദോയക്കൊക്കെ കറി ഉണ്ടാക്കും കേട്ടോ. ചെറുപയറല്ല, ഗോതമ്പ് കറി കേട്ടോ. അപ്പോൾ ഇമ്മ ഇവിടെ രാവിലെ തന്നെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. തേങ്ങാക്കൊത്തും നെയ്യിലൊക്കെ വറുത്തിട്ടിട്ട് കിട്ടുകാണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോട് കൂടി ഒരു ഗ്ലാസ് കുടിച്ചാനായിട്ട് വന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ചൂടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിക്കണം കേട്ടോ. അപ്പോൾ കറി എടുത്ത് കുടിച്ചാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂലിയരും എത്തി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ചോറ് ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കണം. ചോറ് പിന്നെ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കണത് ബക്കറ്റ് ചോറാണ് കേട്ടോ. ഓരോ കിലോൻ്റെ ഓരോ ബക്കറ്റ്, അങ്ങനെ 7 ബക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ചിക്കൻ ബിരിയാണിയാണ്. അച്ചാറും തൈരും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ സെറ്റ് ആക്കാനുള്ള ഒരുക്കാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ്. ഓരോ കിലോനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നായിട്ടാണ് ഓർഡർ ചെയ്തിരുന്നത്, പക്ഷേ സമയത്തിനായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെയുള്ള ബക്കറ്റ് ബിരിയാണി എടുത്ത് കൊണ്ടുവന്നതാണ് കടയിൽ നിന്ന്. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ. മൗലൂദൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മൗലൂദും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മക്കളെല്ലാവർക്കും ചോറ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ അവിടെ ഞങ്ങൾ എന്നും ഇവിടെ ഹാളിലെ മക്കളെല്ലാവരും കൂടി ഇങ്ങോട്ട് നിലത്ത് പിരിച്ചലാണ് കേട്ടോ. നിലത്ത് എന്താണ് പേപ്പർ വിരിച്ചിട്ട് മക്കളും എല്ലാവരും കൂടി ഇരിക്കലാണ്. കുട്ടികളെല്ലാവരും അവിടെയാണ് ഇരുത്തും. ടേബിളുമ്പോൾ പിന്നെ വലിയവരും ഇരിക്കും കേട്ടോ. അങ്ങനെ ഇവിടെ ആണ്ടുണ്ടാകുമ്പോൾ എല്ലാ പ്രാവശ്യവും ചെയ്യൽ കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണേ. താഴെ ഏതാ കുട്ടികൾക്കും വിരിച്ചിക്കണേ, മക്കൾക്കും കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെയല്ലേ, നമ്മളെല്ലോ പരിപാടിക്കൊക്കെ കൂടുമ്പോൾ പണ്ടത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും കൂടി നിലത്ത് ഇരുന്നിട്ട് തറയിലിരുന്ന് തിന്നാം. രസമൊന്നുമില്ല അന്നത്തെ കാലമൊക്കെ. ഇവിടെ ആണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കലാണ് കേട്ടോ. അങ്ങനെ മക്കളെല്ലാവരും ചോറുന്നൽ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചോറുന്നിട്ടാ പെണ്ണുങ്ങൾ. അങ്ങനെ പിന്നെ അത്രയേ ഉള്ളൂ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും വീഡിയോ എടുക്കാനായിട്ട് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്നുള്ള കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ